ദൈവനാമത്തിനും കുടുംബമായിട്ട് നിങ്ങളോടൊപ്പമായിരുന്നു അവരുടെ നല്ല ഭരണത്തെ ഓർക്കുവാൻ ഇന്നേ ദിവസവും അടിയങ്ങൾക്കും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മുൻപാകെ നിന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ ഈ അവസരത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും പല നിലകളിലുള്ള പ്രോത്സാഹനങ്ങളും സഹായങ്ങളുമൊക്കെ അതത് സമയങ്ങളിൽ നൽകി ആ നിലയിൽ ഞങ്ങളെ കരുതുന്നവരാണ്. അങ്ങനെയുള്ള എൻ്റെ ഇവിടെയുള്ള പ്രാദേശിക സഭയോട് വളരെയേറെ നന്ദിയുള്ളവനായിട്ട് ഞാൻ നിൽക്കുന്നു. തുടർന്നും നിങ്ങളുടെ ധാരാളമായ പ്രാർത്ഥന സഹകരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവിധങ്ങളായ ശുശ്രൂഷകൾ ഈ നാളുകളിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ശുശ്രൂഷകൾ വാചാലമായിട്ടിവിടെ പറയാത്തതിൻ്റെ പല കാരണങ്ങൾ ഒന്ന്, ഞാനൊരു വലിയൊരാളല്ല എന്നുള്ള തിരിച്ചറിവ് എന്നെ ഭരിക്കുന്നത് കൊണ്ടും പറയുമ്പോൾ അതൊരു പ്രതിസന്ധിയാകുമോ എന്നൊരു ഭയവും ഉള്ളിൽ വരുന്നത് കൊണ്ടുമൊക്കെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ കളമശ്ശേരിയിലുള്ള സഭയിൽ ബൈബിൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ചകളിൽ. ഈ ആഴ്ച ഇതോടുകൂടെ അത് തീരും. അതിനുശേഷം അടുത്ത മാസങ്ങളിൽ വേറെ 2 സഭകളിൽ വിവിധങ്ങളായ ഇതുപോലെയുള്ള ക്ലാസ്സുകളുണ്ട്. അതേ തുടർന്നുള്ള ഓഗസ്റ്റ് മാസം 14, 15, 16 ദിവസങ്ങളിലൊക്കെ ബാംഗ്ലൂരിലുള്ള സ്ഥലത്ത് അവിടെയുള്ള സഭയിൽ പ്രത്യേക ബൈബിൾ ക്ലാസ്സുകളുണ്ട്. അതുപോലെ ഓണത്തിന് വൈമിക്കൻഡ് ജനറൽ ക്യാമ്പ്, യൂത്ത് ക്യാമ്പ് അത് നടക്കുന്നു തിരുവനന്തപുരത്താണ്. അവിടെയും ക്ലാസ്സുകളുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പലരും വിളിക്കുമ്പോൾ പോലും ഞാൻ ഭയമുള്ളയാളാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ഞാനിവിടെ ഉള്ള മനുഷ്യനും നിങ്ങൾക്ക് എൻ്റെ പ്രാപ്തി എന്താണെന്നുള്ളതും അറിയാം. പക്ഷേ ഒരു വലിയ സഭ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. വലിയൊരു സമൂഹം എന്നെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ ശുശ്രൂഷയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുതിരുന്നു. ഇന്നും ഇവിടെയും അല്പമായിട്ട് ദൈവവചനം സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ വിനയത്തോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഉപോത്ബലകമായിട്ട് 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ 4-ാമത്തെ അധ്യായം 7-ാമത്തെയും 8-ാമത്തെയും വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വാക്യം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഈ വേദഭാഗം നമുക്ക് വളരെയേറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വളരെ പ്രായം ചെന്ന വന്യവയോധ്യനായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ തൻ്റെ അവസാന നാളുകളിൽ ദൈവജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവ് തങ്ങളെ പഠിപ്പിച്ച ആ കാര്യം, പുതിയ കൽപ്പന എന്നുള്ള നിലയിൽ താനിവിടെ വീണ്ടും അത് പരിചയപ്പെടുത്തുകയാണ്. അന്യോന്യം സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിവുള്ളതുപോലെ ഈ ലോകത്ത് സ്നേഹം എന്ന് പറയുന്ന വാക്ക് പരിചിതമല്ലാത്ത വാക്കല്ല. വളരെ സുപരിചിതമായൊരു വാക്കാണ് സ്നേഹം എന്ന് പറയുന്ന വാക്ക്. ഏത് പ്രായത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചും ആ വാക്ക് വളരെ പരിചിതമാണെന്ന് മാത്രമല്ല, മനുഷ്യരായിട്ട് നാം ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ച് ഇത് കൂടാതെ മുൻപോട്ട് പോകുക അല്പം പ്രയാസമുള്ള ഒരു വിഷയമാണ്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ് പ്രിയമുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട് യോഹന്നാൻ താൻ ഈ വിഷയം പറയുന്നതെങ്കിൽ, നാം അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറമായ സമൂഹത്തിന് ഈ സ്നേഹത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളതല്ല എന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ ധാരാളമായ സ്നേഹങ്ങൾ നമ്മൾ കാണുന്ന ആളുകൾ, വിവിധങ്ങളായ സ്നേഹങ്ങൾ നാം കാണാറുണ്ട്.
അതിലൊരു സ്നേഹമാണല്ലോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു സ്നേഹം. കുഞ്ഞുങ്ങളെ പേരൻസ്, മാതാപിതാക്കൾ സ്നേഹിക്കുന്നു, അതുപോലെ മക്കൾ തിരിച്ച് മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഇന്ന് കാലഘട്ടത്തിൽ അതിനൊക്കെ അല്പ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നമുക്ക് ഏറെ സുപരിചിതമായൊരു വാചകമാണ് മാതാവിൻ്റെ സ്നേഹം. തിരുവചനത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അമ്മ മറന്നാൽ, മാതാവിനെ ഒരിക്കൽ പോലും തൻ്റെ കുഞ്ഞിനെ മറക്കുവാൻ കഴിയുകയില്ല എന്നൊരു വസ്തുത അവിടെ ദൈവം പറയുന്നുണ്ട്. ശരിയായ നിലയിൽ ഒരു കുഞ്ഞിനെ വളർത്തുന്ന അല്ലെങ്കിൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു മാതാവിനെ സംബന്ധിച്ച് അത് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ തൻ്റെ മാതാവിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച കാര്യം പറഞ്ഞു. ആ കൊങ്ങയ്ക്ക് പിടിച്ച് കുറച്ച് ആക്രോശത്തോടുകൂടെ സംസാരിച്ച് കുറച്ച് ഉപദ്രവിക്കുകയൊക്കെയോ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എന്നാൽ അടുത്ത ദിവസം താൻ ദൈവസഭയിൽ വന്നപ്പോൾ ഒരു വാക്ക് പോലും തനിക്ക് മിണ്ടാൻ കഴിയാത്തവനായിട്ടാണ് താൻ വന്നിരുന്നത് എന്നുള്ളത് താൻ ഓർമ്മിപ്പിച്ചു. ആ ശബ്ദം, താൻ ചെയ്ത ഉപദ്രവം ആ മാതാവിനെയാണ് പ്രഹരമേൽപ്പിക്കുവാൻ ശ്രമിച്ചതെങ്കിൽ പ്രഹരമേൽപ്പിച്ച വ്യക്തിക്ക് അത് സംഭവിച്ച ചരിത്രമാണ് താൻ ഓർമ്മിപ്പിച്ചത്. നമുക്കറിവുള്ളതുപോലെ നമ്മൾ ആരും തീരുമാനിക്കാതെ നമുക്ക് ലഭിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മക്കളും. സമ്പൂർണമായി ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടത്തെ വളരെ കൃത്യമായ നിലയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു ഇടപെടലാണ് ആ പ്രവൃത്തി എന്നുള്ളത് നമുക്കറിയാം. ബാക്കി എല്ലാ വിഷയങ്ങളും ഇന്നത്തെ ആധുനിക ലോകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കും. ഒരു വണ്ടി വാങ്ങുമ്പോൾ പോലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ രൂപകൽപ്പന ചെയ്യുവാനുള്ള ആ നിലയിലുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ ലോകത്തുണ്ട്. പക്ഷേ എനിക്ക് ഏത് മാതാവിനെ വേണം, ഏത് പിതാവിനെ വേണം, എവിടെ ഞാൻ ജനിക്കണം എന്നുള്ള കാര്യമൊന്നും ഇന്നും നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുകയില്ല. ഇത് സമ്പൂർണ്ണമായി ദൈവത്താൽ സംഭവിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മക്കളോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, സമ്പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വിഷയം തന്നെയാണ് മക്കൾ. എങ്ങനെയുള്ള ബുദ്ധി, എങ്ങനെയുള്ള നിറം, എങ്ങനെയുള്ള രൂപഗുണം, എങ്ങനെയുള്ള ഈ വിഷയങ്ങളൊക്കെ അല്പമൊക്കെ നമ്മുടെ സാമ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണെങ്കിൽ കൂടെയും അതിനപ്പുറമായി സമ്പൂർണമായി മക്കളെ നൽകണമോ എന്ന് പോലും തന്നെ ദൈവം തന്നെയാണ് സമ്പൂർണമായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ വിഷയമെങ്കിൽ തീർച്ചയായും ഇന്നിവിടെയുള്ള സമൂഹത്തോട് പറയുവാനുള്ള ഒരു കാര്യം, പ്രത്യേകിച്ചും യുവാക്കന്മാരായിരിക്കുന്നവരോടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നൽകിയിരിക്കുന്ന മാതാപിതാക്കളെ ശരിയായ നിലയിൽ ബഹുമാനിപ്പാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ലളിതമായി മനസ്സിലാക്കുവാനും കഴിയുന്നത് ദൈവ വ്യവസ്ഥയെ നാം സമ്പൂർണമായി അംഗീകരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് അവിടെ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ സർവാധികാരത്തെ സമ്പൂർണമായി കീഴ്പ്പെടുന്നു എന്നുള്ള കാര്യം അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ കുറവുകൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം. നാം ചിന്തിക്കുന്ന നിലവാരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുകയില്ല, അതിനൊക്കെ സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ നമ്മെ എങ്ങനെ പോറ്റി വളർത്തണമെന്നുള്ള ആ നിശ്ചയത്തോടുകൂടെ എൻ്റെ ഏറ്റവും നല്ല നന്മയോടുള്ള ബന്ധത്തിൽ ദൈവം കരുതിക്കൊണ്ട് നൽകിയിരിക്കുന്ന മാതാപിതാക്കളാണ്. അപ്പോൾ ഇത് സമൂഹത്തിലും കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളിലും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അതേ സ്വഭാവം നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പാപികളും അങ്ങനെ തന്നെ സ്നേഹിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക, അതാണല്ലോ കൂട്ടുകാർ എന്ന് പറയുന്നത്. കൂട്ടുകൂടുമ്പോൾ നാം സ്നേഹിക്കുന്നത് പോലെ അവരും തിരിച്ചു നമ്മളെ സ്നേഹിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹവും നമുക്ക് ഈ ലോകത്തിലും കാണാൻ കഴിയും, നമ്മുടെ ഇടയിലും കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. മറ്റൊരു സ്നേഹം എന്ന് പറയുന്നത് അത് സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ സ്വയകേന്ദ്രീകൃതമായ സ്നേഹമാണ്. ആ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പരിചിതമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം ആ കാര്യമൊക്കെ. നമ്മെ ഒരാൾ സന്തോഷിപ്പിക്കുമ്പോൾ, നമ്മെ ഒരാൾ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുമ്പോൾ
അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് താല്പര്യത്തോടുകൂടെ ചെയ്തു നൽകുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തി ആ വ്യക്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരിൽ എന്തുണ്ട്, തിരിച്ചവരെ സ്നേഹിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നാം ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഈ റീൽസുകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മറ്റു പല സോഷ്യൽ മീഡിയകൾ കാണുമ്പോൾ, അതിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നാം കൂടുതൽ സ്നേഹിക്കാറുണ്ട്. ഇതിനേറെ പോകണം, ഇന്ന് കാൽപന്ത് കളികളുടെ, ഫുട്ബോളിന്റെ ഒരു സമയമാണല്ലോ. ഏറ്റവും നന്നായി കളിക്കുന്ന ആളുകളെ എന്തുകൊണ്ട് നാം തിരിച്ചു സ്നേഹിക്കുന്നു? അവരാരെങ്കിലും നമ്മെ നേരിട്ട് വന്ന് കണ്ടു പരിചയപ്പെട്ട് പേര് വിളിച്ച് പറഞ്ഞ് വീട്ടിലൊക്കെ വന്ന് ചായ കുടിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നാം അവരെ തിരിച്ചു സ്നേഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എന്നെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ, നല്ല നിലയിൽ കളികൾ കളിക്കുന്ന വ്യക്തികളെയാണ് നാം സ്നേഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ വ്ളോഗേഴ്സോ അതുപോലെയുള്ള കളിക്കാരോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നാം സാധാരണ സ്നേഹിക്കാറുണ്ട്. ഇതും നമുക്ക് സാമാന്യ ജനത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു സ്നേഹം തന്നെയാണ്. അങ്ങനെ വിവിധങ്ങളായ സ്നേഹങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്ന, നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന, അങ്ങനെ വിവിധങ്ങളായ നമ്മുടെ പ്രതീക്ഷകളെ ഉണർത്തുന്ന പല മോട്ടിവേറ്റേഴ്സിനെയാണെങ്കിലും അങ്ങനെ പല നിലകളിലുള്ള സ്നേഹങ്ങൾ ഈ ലോകത്തിൽ കാണാൻ കഴിയും. എന്നാൽ അതിനപ്പുറമായി ഇവിടെ ദൈവവചനം കൃത്യമായിട്ട് പറയുന്ന ഒരു വിഷയമാണ് നാം അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇതുവരെ പറഞ്ഞ സ്നേഹത്തിൽ നിന്റെ ബൗണ്ടറിക്ക്, പരിധികൾക്ക് അപ്പുറമായ മറ്റൊരു സ്നേഹത്തെ കുറിച്ച് അവിടെ ആര് പറയുന്നത്? യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നു. നാം കാണുന്ന ആളുകളെ സ്നേഹിക്കുന്ന, കൂട്ടുകാർ എന്നുള്ള നിലയിൽ സ്നേഹിക്കുന്ന, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ സ്നേഹിക്കുന്ന, ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്നുള്ള നിലയിൽ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ കുറിച്ചല്ല, അതിനപ്പുറമായി മറ്റൊരു സ്നേഹത്തെ, ദൈവ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് താൻ അതിന്റെ അവസാനത്തിൽ, 8-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ നാം ഇങ്ങനെ വായിച്ചത്, ദൈവം സ്നേഹം തന്നെ എന്നുള്ളത്. സ്നേഹം ദൈവം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പകരം ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞാൽ, ദൈവത്തെ നിർവചിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് മറ്റൊരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയില്ല. സ്നേഹത്തിന് വിപരീതമായ മറ്റൊരു പ്രവൃത്തി ദൈവത്തിന് ചെയ്യുവാൻ കഴിയുകയില്ല. അതാ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഈ പുസ്തകത്തിൽ തന്നെ വിവിധങ്ങളായ നിലയിൽ അങ്ങനെ പറയുന്നുണ്ട്. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നുണ്ട് യോഹന്നാൻ. അതുപോലെ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവിക സ്വഭാവം, മറ്റൊരു വ്യക്തിക്ക് അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു സ്വഭാവം. ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളിലൊക്കെ സ്നേഹമുണ്ട്, പക്ഷെ നാം സ്നേഹമല്ല. എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിന് വിപരീതമായ പലപ്പോഴും പല സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കുന്നവരാണ്. നമ്മളിൽ മുഴുവൻ സ്നേഹത്തിന് ആധാരമായി പ്രവർത്തിക്കുന്നവരല്ല. നമുക്കത് അപ്പുറമായി ചിലപ്പോൾ ദേഷ്യം വരാം, ചിലപ്പോൾ കോപം വരാം, ഒരുപക്ഷെ വൈരാഗ്യ ബുദ്ധിയോടും കൂടെ പ്രതികരിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് പറയുന്നത്, ദൈവത്തിന് സ്നേഹത്തെ ഒഴിച്ചു നിർത്തി ഒരു പ്രവൃത്തിയും പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധം ദൈവം എന്തായിരിക്കുന്നു? സ്നേഹമായിരിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആ സ്നേഹത്തെ കാണിച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അതേ സ്നേഹം നിങ്ങൾ ആരോട് കാണിക്കണം? അന്യോന്യം കാണിക്കണം. അപ്പോൾ സാമാന്യ നിലയിൽ നാം ഇതുവരെ കാണിക്കുന്ന സ്നേഹത്തിന് വിപരീതമായി ദൈവത്തിന്റെ സ്നേഹം എപ്രകാരമായിരിക്കുന്നുവോ അതേ സ്നേഹം നാം ആരോട് കാണിക്കണം? നമുക്ക് ചുറ്റുമുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ സഹോദരങ്ങളോട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് നാം അന്യോന്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഈ സ്നേഹം നിർബന്ധമായും സംഭവിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, അതാണ് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുക, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം വിശദീകരിച്ച് വന്നിട്ട്, ഈ സ്നേഹം നമ്മിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, ഈ സ്നേഹം പോലെ എനിക്ക് മറ്റുള്ള സഹോദരനെയോ സഹോദരിയെയോ എൻ്റെ കൂട്ടു സഹോദരങ്ങളെയോ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് പറയുക, ആ വ്യക്തി ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹമുള്ളവനല്ല, ദൈവത്തെ അറിയുന്നവനല്ല, ദൈവത്തിൽ വസിക്കുന്നവനല്ല, ദൈവ സ്വഭാവമുള്ളവനല്ല എന്നുള്ളതാണ് അതിന്റെ ഭാഷ്യം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒന്നാമത് ഓർമ്മിപ്പിക്കട്ടെ. എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് ദൈവമക്കൾ എന്നുള്ളത് നാം അവകാശപ്പെടുന്നുവെങ്കിൽ
എൻ്റെ ഉള്ളിൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ മരണത്തെ പ്രസ്താവിക്കുവാൻ ഞാനിവിടെ വന്നു നിന്നുകൊണ്ട് ഈ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെയും വലുപ്പത്തെയും ഞാൻ ഓർക്കുന്നു. ആ സ്നേഹത്തിന്റെ മുൻപിൽ ഞാൻ വിനയപ്പെടുന്നു. ആ സ്നേഹത്തിന്റെ മുൻപിൽ അങ്ങയ്ക്ക് ആരാധന കഴിക്കുന്നു എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ ആരാധന കഴിക്കുന്നുവെങ്കിൽ ഈ സ്നേഹത്തെ നാം മനസ്സിലാക്കിയിട്ട് നാം സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിന്റെ ലളിതമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൽ വരാതെ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിൽ, ദൈവ സ്നേഹത്തെ മനസ്സിലാക്കുന്നതിൽ എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി ആ സ്നേഹത്തെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ അതിന്റെ അടുത്ത വാക്യങ്ങളിൽ 9ഉം 10ഉം വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അതിൽ നിന്നൊരു 4 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമയം ഏതാണ് ആദ്യം വന്നു നിൽക്കുന്നതെങ്കിൽ അതായിരിക്കും മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുക. അവിടെ അതിന്റെ 9ാമത്തെ വാക്യത്തിൽ, ആ 9ഉം 10ഉം വാക്യങ്ങളിൽ കൃത്യമായിട്ട് ആ ദൈവ സ്നേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ 10ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചത്. ഈ ദൈവ സ്നേഹത്തിന്റെ 1ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നാം അല്ല ദൈവത്തെ ആദ്യമായി സ്നേഹിച്ചത്. ഈ കാര്യം നമുക്കറിയാം. നാം റോമാലേഖനം 5ാമത്തെ അധ്യായം സാധാരണ നിലയിൽ ആരാധന സമയങ്ങളിലൊക്കെ പറയുന്നവരാണ്, സ്തോത്രങ്ങളിൽ ഓർക്കുന്നവരാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെടുന്നതിനെ വരുന്ന ഒരു വാക്യമാണ്. 6, 7, 9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണല്ലോ പറയുന്നത്: നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. ബലഹീനരായിരിക്കുമ്പോൾ അഭക്തർക്ക് വേണ്ടി മരിച്ചു. അതിന് താഴെ നാം വായിക്കുന്നത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അതിന് താഴെ പിന്നെയും വായിക്കുന്നത് നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാമല്ല ദൈവത്തെ അങ്ങോട്ട് പോയി സ്നേഹിച്ചത്. അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത് നാം ദൈവത്തെ അങ്ങോട്ട് പോയി സ്നേഹിക്കുന്നതിന് മുൻപേ തന്നെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു എന്നുള്ളതാണ്. ഒരു ഗുണവും ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. അതിന്റെ അർത്ഥം ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസ്നേഹം എന്നിലുണ്ടെന്ന് അവകാശപ്പെടുന്ന, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന വിശ്വാസികളായ ഓരോ വ്യക്തികളും നിർബന്ധമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം, മറ്റൊരു സഹോദരൻ എന്നെ സ്നേഹിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ആ സഹോദരനെ തിരിച്ച് സ്നേഹിക്കേണ്ടത്. അതിനപ്പുറമായി ആ സഹോദരൻ എങ്ങനെയായിരുന്നാലും എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് സ്നേഹിക്കുവാൻ കഴിയുന്ന നിലയിൽ, ആ നിലയിലുള്ള സാഹചര്യങ്ങളല്ല ആ സഹോദരൻ ഉള്ളതെങ്കിൽ കൂടെയും ആ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കടമ ഒരു ദൈവ സ്നേഹത്തെ അറിയുന്ന വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്നേഹങ്ങൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതുപോലെയും നമുക്ക് താല്പര്യമുള്ളവരോടും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോടുമാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ലോകത്തിൽ കാണുന്ന അതേ സ്നേഹം തന്നെയാണ്. വിശ്വാസി എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ മുൻപിൽ നിൽക്കുന്ന വ്യക്തി എന്നെ സംബന്ധിച്ച് യാതൊരു നിലയിലും ചൂണ്ടുവാൻ കഴിയുന്ന ക്വാളിറ്റി ഇല്ലെങ്കിലും, ഗുണവിശേഷം ഇല്ലെങ്കിലും, സഹോദരൻ എന്നുള്ള നിലയിൽ, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള നിലയിൽ, ആ സഹോദരൻ ദൈവമകൻ എന്നുള്ള നിലയിൽ സമ്പൂർണമായി ആ സഹോദരനെ സ്നേഹിക്കേണ്ടുന്ന ആദ്യത്തെ ചവിട്ടുപടി എന്റെ ഭാഗത്തു നിന്നായിരിക്കണം എന്നുള്ളതാണ് ഈ ദൈവസ്നേഹത്തിന്റെ 1ാമത്തെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുവാനായിട്ട് കഴിയുന്നത്. ദൈവസ്നേഹം നമുക്ക് ആവോളം വായിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേ ആശയം തന്നെയാണ് നമുക്ക് ധാരാളമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നാം എന്തു ചെയ്യുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, മാനസാന്തരപ്പെട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് മുൻപ്, ഞാൻ ദൈവവചനം കേൾക്കുന്നതിന് മുൻപ് തന്നെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച വിഷയമാണ് നാം അല്പസമയം മുൻപേ കൂടെ ഓർത്തത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹത്തെ ഞാൻ അറിയുന്നുവെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നല്ല ഈ സ്നേഹം ആരംഭിക്കേണ്ടത്. ഈ ദൈവസ്നേഹം തീർച്ചയായും അങ്ങനെയുള്ള സ്നേഹമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്കറിയുന്ന കാര്യമാണ്, ആദാം തെറ്റ് ചെയ്തു, അല്ലെ? ആദാം തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്ത ആദാമിനെ തേടിക്കൊണ്ട് ആര് വരുന്നു? യഹോവ ദൈവം വരുന്നു. ആദാമേ, നീ എവിടെ? ഈ ചോദ്യം ഇപ്പോൾ നമുക്ക് വളരെ പ്രസക്തമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശൻ എഴുതിയ പുസ്തകം നമുക്കറിയാം. ആദാമേ, നീ എവിടെ? ദൈവസ്നേഹം എപ്പോഴും അങ്ങനെ ആരംഭിക്കുകയാണ്. ഇനി അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെയും നാം മനസ്സിലാക്കുന്നത്, താൻ വിഗ്രഹങ്ങൾക്ക് നടുവേ ഇരിക്കുമ്പോഴാണ് ഈ ദൈവസ്നേഹം തന്നെ തേടി എത്തിയത്. എന്തെങ്കിലും ക്വാളിറ്റി തന്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം സംഭവിച്ചതല്ല. വിഗ്രഹങ്ങൾക്ക് നടുവേ ഇരിക്കുമ്പോൾ ഈ ദൈവം അവരെ സ്നേഹിച്ചു വന്ന കാര്യം നമുക്കറിയാം.
ഇനി എന്തിനേറെ പറയണം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, എപ്പോഴൊക്കെ തെറ്റിപ്പോയിരിക്കുന്നുവോ അപ്പോഴൊക്കെ അവരെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം വിവിധ പദ്ധതികൾ രൂപീകരിക്കുന്ന കാര്യം നമുക്കറിയാം. ഇവിടെ ബൈബിൾ ക്ലാസ് എടുത്ത സമയത്ത് പ്രിയ സ്റ്റീവനങ്ങൾ ആ ഡിസ്പെൻസേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. കാലഘട്ടത്തിന് അനുസൃതമായി ജനം പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് പിന്നെയും പദ്ധതികൾ രൂപീകരിച്ച് അവരെ മടക്കി കൊണ്ടുവരുവാനായി ദൈവം ആഗ്രഹിച്ച് പ്രവാചകന്മാരെയും അങ്ങനെയുള്ള ദൈവഭൃത്യന്മാരെയും വിവിധ സാഹചര്യങ്ങളെയും കൊണ്ടുവന്ന് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ചരിത്രം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവും താനും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത്. സക്കായിയുടെ ചരിത്രം പറയുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന വാചകം എന്ന് പറഞ്ഞാൽ, ദൈവസ്നേഹം എപ്പോഴും ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒന്നാണ്. ആദ്യം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നത് പോലെ ദൈവസ്നേഹമുള്ള ഒരു വിശ്വാസി, ഞാൻ ദൈവസ്നേഹമുള്ളവനെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ മറ്റൊരു സഹോദരനെ സ്നേഹിക്കുവാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തേണ്ടുന്ന ആവശ്യമില്ല. പകരമായി എന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ആരംഭിക്കണം? ഈ സ്നേഹം ആരംഭിക്കപ്പെടണം, ഇനീഷ്യേറ്റ് ചെയ്യപ്പെടണം. മുൻപേ തന്നെ എന്റെ ഭാഗത്തു നിന്ന് ഈ സ്നേഹം ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് വിചിന്തനം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ദൈവസ്നേഹം അത് പ്രവർത്തിക്കുന്ന ഒന്നാണ്, ചെലവ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ പറയുന്നതാണ് സാക്രിഫൈസ്, യാഗം. ആ വാക്ക് പ്രിയ സുരതൻ സഹോദരൻ സ്തോത്രം ചെയ്യുമ്പോൾ ഓർത്തു, ബലിയായി തീർന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ബലിയായി നൽകുവാൻ മനുഷ്യനിൽ യാതൊരു ഗുണവുമില്ലാതിരിക്കെ, യാതൊരു നിലയിലുള്ള ക്വാളിറ്റിയും ഇല്ലാതിരിക്കെ ദൈവം ആ പ്രവൃത്തി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അല്പം കൂടെ നാം അവിടെ നിന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം നൽകിയ വിലയുടെ മൂല്യവും നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും നീചരായിരിക്കുന്ന, കൊള്ളരുതാത്തവരായിരിക്കുന്ന അങ്ങനെയുള്ള നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ കേവലം ഒരു മെസ്സേജ് അയക്കുകയല്ല ചെയ്തത്. സാധാരണ നമുക്കറിയാമല്ലോ, സാധാരണ നിലയിൽ നമ്മുടെയൊക്കെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വൈകാരിക തലത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷനെ കൊണ്ട് അവസാനിക്കുന്ന രീതികളാണ്. നമ്മൾ ഒരു മനുഷ്യനെ കണ്ടാൽ ഒരുപക്ഷെ ചിരിക്കും, അല്പം കൂടെ മുൻപോട്ട് പോയാൽ ആ മനുഷ്യനോട് സ്നേഹമല്ലേ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഷെയ്ക്കൽ കൊടുക്കുവാൻ ശ്രമിക്കും. ഇനി നമ്മുടെ സാമാന്യ നിലയിലുള്ള, നമ്മുടെ ഇവിടെയുള്ള എല്ലായിടത്തുമുള്ള ഒരു വിശ്വാസികളുടെ ഒരു ചോദ്യമാണല്ലോ, ക്ഷേമമായിരിക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ ആ ചോദ്യം അതുകൊണ്ട് തന്നെ അവസാനിക്കണം. അതിന്റെ അപ്പുറത്തിന് ക്ഷേമമല്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട. ആ ക്ഷേമമായിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സാമാന്യ നിലയിൽ ഒരു ദൂരത്ത്, ഒരു അകലത്ത് ചില വാക്കുകളെ കൊണ്ട്, ചില നോട്ടങ്ങളെ കൊണ്ട്, ചില പ്രവൃത്തികൾ എന്ന് പറഞ്ഞ ഈ ആക്ഷനെ കൊണ്ട് നാം പലപ്പോഴും അവസാനിപ്പിക്കുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക, ദൈവം താൻ സ്നേഹിച്ചപ്പോൾ, ദൈവസ്നേഹം എന്ന് പറയുന്നത് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത്. അതാണല്ലോ നാം നേരത്തെ ഓർത്തത്. ദൈവം ഈ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കി എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും സംഭവിക്കുന്നില്ല നമ്മെ സംബന്ധിച്ച്. ഇനി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആ നിലയിൽ കേവലം ജനിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ രക്ഷ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരൻ അങ്ങനെ തന്നെ പറഞ്ഞത്, ക്രൂശിനെ മരണത്തോളം ആ മരണം അനുഭവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ സമ്പൂർണമായി താഴ്ത്തിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപുത്രനായിരിക്കുന്ന, അനുസരണമുള്ളവനായിരിക്കുന്ന, ഏകജാതനായിരിക്കുന്ന ഒരേ ഒരു ദൈവകുമാരനെയാണ് പാപികളായ മനുഷ്യർക്ക് വേണ്ടി നൽകുവാൻ പിതാവ് മനുഷ്യരെ സ്നേഹിച്ച് നൽകിയത്. അതാ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ദൈവസ്നേഹം അറിയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് സ്നേഹം ആരംഭിക്കുക മാത്രമല്ല, അത് സമ്പൂർണ്ണ നിലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹമായിരിക്കണം. ചെലവ് ചെയ്യുവാൻ ആവശ്യമുള്ള സ്ഥാനത്ത് ചെലവ് ചെയ്യുവാൻ സ്വാഭാവിക നിലയിൽ കഴിയുമാറ് അങ്ങനെയുള്ള സ്നേഹം എന്നിൽ നിന്ന് ആരംഭിക്കപ്പെടണം. ഒരുപക്ഷെ നമ്മുടെ എനർജി ആയിരിക്കും ആവശ്യം, ഒരുപക്ഷെ നമ്മുടെ സമയമായിരിക്കാം ആവശ്യം, ഒരുപക്ഷെ നമ്മുടെ വെറുതെയുള്ള ഇരിപ്പായിരിക്കും ആവശ്യം, ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പ്രവർത്തികൾ കഠിനാധ്വാനത്തോടുകൂടെ ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നു എന്ന് വരാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ,
എൻ്റെ സാഹചര്യങ്ങൾക്ക് വിപരീതമായി, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി ആ കാര്യം പ്രവർത്തിക്കുക എന്നുള്ളതാ ദൈവസ്നേഹം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് നാം ഓർക്കണം. അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ സ്വർഗത്തിലിരുന്നവൻ, സ്വർഗത്തിലെ പ്രമോദ വിഷയമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് തന്റെ സൗകര്യങ്ങളെ വെടിഞ്ഞുകൊണ്ട്, തന്റെ മഹത്വത്തെ വെടിഞ്ഞുകൊണ്ട്, തന്റെ കംഫർട്ടിനെ വെടിഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. ഇതിന്റെ ഏറ്റവും അധികം ചരിത്രം പേറുന്ന ആളുകളാണെന്ന് നാമൊക്കെ എന്ന് പറഞ്ഞാൽ വി നാഗൽ സാഹിബിന് മാത്രം നമുക്ക് ഓർത്താൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. ജർമ്മനിയിൽ ഇരുന്ന ആ മനുഷ്യൻ തന്റെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിലെ ഈ നമ്മുടെ സാധാരണയുള്ള ഈ ഇന്ത്യയിലേക്ക്, ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യയിലേക്ക് സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വരുവാനുള്ള കാരണം തന്റെ ഹൃദയത്തിൽ ഈ ദൈവസ്നേഹം അങ്കുരിച്ചതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ഇതിനപ്പുറമായി, നമ്മുടെ സൗകര്യങ്ങൾക്ക് അപ്പുറമായി, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറമായി, നമ്മുടെ സ്റ്റാറ്റസുകൾക്ക് അപ്പുറമായി യാതൊന്നും പ്രവർത്തിക്കാതെ ഇരുന്ന ഇരിപ്പിൽ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ? അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് താൻ ഇങ്ങനെ പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്തിനാ നിർബന്ധിക്കുന്നത്? യഹൂദന്മാരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി യഹൂദനാകുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ജാതികൾക്ക് വേണ്ടി ഒരു ജാതിയെ പോലെ ആയിത്തീരുവാൻ എന്നെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാൻ എന്തൊക്കെ ഞാൻ ആയിത്തീരണമോ, ഈ മനുഷ്യനെ നേടേണ്ടതിന്, ഈ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കേണ്ടതിന്, ഈ മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന് അല്ല. ദൈവജനം എന്ന് പറയുന്നവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ഞാൻ ആയിത്തീരണമോ അതൊക്കെ ആയിത്തീരുവാൻ, ഞാൻ എല്ലാം ആയിത്തീരുവാൻ തയ്യാറെന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എവിടുന്ന് ആരംഭിച്ചത്? എങ്ങനെയത് സംഭവിച്ചത്? അതിന്റെ കാരണം നമുക്കറിയാം. ഈ സ്നേഹത്തെ താൻ അറിഞ്ഞത്, ദൈവസ്നേഹത്തെ താൻ അറിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു, താനും ദൈവത്തെ അറിയുന്നു എന്നുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടുന്ന ആവശ്യകതയാണ്. നമ്മുടെ സ്നേഹം, നമ്മുടെ സഹോദരന്മാരോടുള്ള സ്നേഹം എങ്ങനെയാണ്? പലപ്പോഴും നാം സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചുള്ള പ്രതികരണം ശരിയാകാതെ വരുമ്പോൾ നമ്മളൊക്കെ നിർത്തിപ്പോകുന്ന ആളുകളാണ്, അവസാനിപ്പിക്കുന്ന ആളുകളാണ്, ചെലവ് ചെയ്യുവാൻ മടിയുള്ള ആളുകളാണ്. ഇനിയും ഏറെ സമയം അദ്ദേഹത്തിന് വേണ്ടി ചെലവാക്കുവാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്ന ആളുകളാണ്. അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ യാതൊന്നും ചെയ്യാതെ വാക്കുകളെ കൊണ്ട് മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് നാം ആയിത്തീരാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, വാക്കുകളെ കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളെ കൊണ്ടും കൂടെ നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസ്നേഹമാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവമകനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തെ അറിയുന്നവനാണെന്നുണ്ടെങ്കിൽ, ഈ ദൈവസ്നേഹം എന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് അല്ല നമുക്കെതിരെ പ്രതികരിക്കുമ്പോഴും വളരെയേറെ ത്യാഗമനോഭാവത്തോടെ, സ്നേഹത്തോടെ, സൗമ്യതയോടുകൂടെ ആ സഹോദരന്റെ അടുത്തേക്ക് പിന്നെയും ചെല്ലുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ, എന്റെ മനസ്സ് ഇടിപ്പിച്ചു പോകുന്നുവെങ്കിൽ, വാസ്തവമായി ഈ ദൈവസ്നേഹം നമ്മിൽ കൂടിക്കൊള്ളുന്നില്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ആ സ്നേഹം നൽകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന, ചെലവ് ചെയ്യുന്ന ഒരു സ്നേഹമാണ് എന്നുള്ള കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇനി മറ്റൊരു വാചകം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. നാം സ്നേഹിക്കുവാൻ ഗുണപ്പെട്ടവരല്ല എന്നുള്ള കാര്യം അവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മെ സ്നേഹിച്ച ഒരു ദൈവസ്നേഹം. ഈ ദൈവം ഈ കുറവുകളുള്ള നമ്മെ സ്നേഹിച്ചു എന്നുള്ള കാര്യം, അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചതിൻ്റെ അടിസ്ഥാനമായിട്ട് അടുത്ത വാചകത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. ഈ ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ സ്നേഹം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണമായ അളവിൽ, ശരിയായ അളവിൽ അതിന് പരിസമാപ്തി വരുത്തുന്ന ഒരു സ്നേഹമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന വാചകം പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. പലപ്പോഴും സ്നേഹം എന്നുള്ള പദം നാം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് എല്ലാം വെറുതെ അങ്ങ് ക്ഷമിക്കുക എന്നുള്ളതാണ്.
പക്ഷേ ദൈവം ക്ഷമിക്കുന്നവനാണെങ്കിൽ കൂടെയും ഈ ദൈവസ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവസ്നേഹം പാപത്തെ അംഗീകരിക്കുന്നത് അല്ല. തെറ്റായ പ്രവൃത്തികളെ അംഗീകരിച്ച് അതിനോട് കണ്ണടയ്ക്കുന്നതിനെയല്ല ദൈവസ്നേഹം എന്ന് വിളിക്കുന്നത്. പകരം എന്താ വിളിക്കുന്നത്? ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ കൃത്യമായി ദൈവം തന്നെ ഒരു പരിഹാരം വരുത്തി. അതാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അതിന് മറുവശം ഇങ്ങനെയാണ്: പാപത്തെ ശരിയായ നിലയിൽ ഓർമ്മിപ്പിച്ച് ആ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് ഒരു ദൈവ സ്നേഹത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വ്യക്തി പാപത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് ആ വ്യക്തിയെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവന്ന് ശരിയായ വിധത്തിൽ നിർത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദൈവ സ്നേഹം എന്ന് പറയുന്നത്. അതല്ലേ നമുക്ക് സംഭവിച്ചത്? നാം പാപികളായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അത് ശരിയാണ്. പക്ഷേ നമ്മുടെ പാപമാണ് അവിടെ എന്ത് ചെയ്തത്? ചുമക്കപ്പെട്ടത്. നീതിമാനായ ദൈവത്തെ സംബന്ധിച്ച് ആ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുമായിരുന്നില്ല. കൃത്യമായ ശിക്ഷ നടപ്പിലാക്കണം. ആ ശിക്ഷ നടപ്പിലാക്കുവാൻ തന്റെ പുത്രൻ നൽകി എന്നുള്ളതാണ് ഈ സ്നേഹത്തിന്റെ വലിയ പ്രത്യേകത. അങ്ങനെയെങ്കിൽ പാപത്തെ സ്നേഹിക്കുന്നതല്ല ഈ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത. പാപത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ പ്രവൃത്തിയോട്, ആ വിഷയത്തോട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിയുമാറ് സ്നേഹത്തിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ഈ ദൈവസ്നേഹം എന്ന് വിളിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. നാം സാധാരണ പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പഴഞ്ചൊല്ലുകൾ അറിയുന്ന ആളുകളാണല്ലോ. നാം പറയുന്നൊരു വാചകമാണല്ലോ, ചങ്ങാതി നന്നായാൽ പിന്നെ എന്ത് വേണ്ട? എന്തോ വേണ്ട, കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നാം സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഇതേ ആശയം വരുന്ന ഒരു വാക്യം നമുക്ക് സദൃശ്യവാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും. സദൃശ്യവാക്യങ്ങൾ എടുക്കാമോ? സദൃശ്യവാക്യങ്ങളിൽ ഇതിന് സമാനമായി 27-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? സദൃശ്യവാക്യങ്ങൾ 27-ാമത്തെ. മുറിവുകൾ, വിശ്വസ്തതയുടെ ഫലം, ശത്രുവിന്റെ ചുംബനങ്ങളും കണക്കിലധികം. അവിടെ പറയുന്ന വാചകം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഷയിലാണ്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ കണക്കിൽ അധികം, ശത്രുവിന്റെ ചുംബനങ്ങൾ മറ്റൊരു സ്വഭാവമാണ്. നാം ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനെ പാമ്പർ ചെയ്യുക, എന്ത് കേട്ടാലും അംഗീകരിക്കുക, അതിനോടുകൂടെ സമാനപ്പെട്ടു പോകുക, സമരസപ്പെട്ടു പോകുക, സമന്വയിക്കപ്പെടുക എന്നുള്ളതൊക്കെയാണ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ സ്നേഹിതൻ അല്ല, ദൈവസ്നേഹം എന്നിൽ ശരിയായ അളവിലുണ്ടെങ്കിൽ എൻ്റെ കൂട്ടു സഹോദരങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം കൃത്യമായ നിലയിൽ എന്നിൽ നിക്ഷിപ്തമാണ്. സ്വയകേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതത്തെ ദൈവവചനം എവിടെയും പഠിപ്പിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള സംവിധാനമല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ ഖേദവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നുള്ള നമ്മുടെയുള്ള സഭകളുടെ സംവിധാനത്തിൽ ഞാൻ ആത്മീകനായാൽ മതി എന്നുള്ളൊരു തെറ്റായ ധാരണ പലപ്പോഴും വെച്ചു പുലർത്തപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സഭയുടെ സംവിധാനം, ദൈവം ആഗ്രഹിക്കുന്ന സംവിധാനം അവിടെ സംഭവിക്കുകയില്ല എന്നുള്ളത് വേദപുസ്തകം മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ അവയവങ്ങളും സമന്വയിക്കപ്പെട്ട് കൃത്യമായി വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ ഒരു സഭയ്ക്കും, ഒരു പ്രാദേശിക സഭയ്ക്കും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനോ വ്യക്തിക്കോ കഴിയുകയില്ല എന്നുള്ള വസ്തുത വിസ്മരിച്ചു പോകരുത്. പലപ്പോഴും ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ ചില തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നാം ചിന്തിക്കുന്നുവെങ്കിൽ നമ്മെ ഏൽപ്പിച്ച പലതും നാം ചെയ്യാത്തതും ദൈവത്തിന് മുൻപാകെ തെറ്റായ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു വ്യക്തി തെറ്റായി മുൻപോട്ട് പോകുന്നുവെങ്കിൽ അത് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ആത്മീക ഗീതങ്ങളാൽ, സ്തോത്രങ്ങളാൽ നിങ്ങൾ എന്തു ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിച്ചിട്ട് ഇനി അടുത്ത വാചകം ഇങ്ങനെയാണ്: ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വചനം ഐശ്വര്യമായി വസിക്കണം.
വചനം ഐശ്വര്യമായി വസിക്കുവാൻ, പ്രബലപ്പെടുവാൻ, ആരോഗ്യപരമായി നിൽക്കുവാൻ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്ന നിർബന്ധ വിഷയം സംഭവിക്കുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള മനോഭാവം ആർക്ക് വേണം? കൂട്ടു സഹോദരങ്ങൾക്ക് വേണം. അതേ സ്നേഹത്തിൽ നാം പ്രവർത്തിക്കപ്പെടുന്നില്ലെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നമ്മുടെ സഭകൾ ഓർഗനൈസേഷൻസ് ആയി മാറുമെന്നല്ലാതെ ഓർഗാനിക് സംവിധാനത്തോടുകൂടെ മുൻപോട്ട് പോകയില്ല എന്നുള്ള വസ്തുത നാം വിസ്മരിച്ചു പോകരുത്. യാന്ത്രിക സംവിധാനങ്ങളായിട്ട് മാറുമെന്നല്ലാതെ ജീവൽ പ്രക്രിയയുള്ള സംവിധാനങ്ങളായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന സംവിധാനങ്ങളായിട്ട് മാറുകയില്ല. തെറ്റിദ്ധരിക്കപ്പെടരുത്. ഞാൻ പറയുന്നത് കേവലം ഈ സിയോൻ സഭയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, കൃത്യമായ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നത്. അല്പം കൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്റെ ജീവിതത്തിൽ ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ കൂട്ടു സഹോദരൻ വഴിമാറി നടക്കുമ്പോൾ ഞാൻ ആ വഴിയെ സഞ്ചരിക്കുന്നില്ല എന്നുള്ള സംതൃപ്തിയോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, പാപത്തെ വെറുക്കുന്ന ദൈവം എന്നെ പ്രബോധിപ്പിച്ച് നേരായ പാതയിലേക്ക് നടത്തുവാൻ ആഗ്രഹിച്ച് ആ കൂട്ടു സഹോദരനോട് കൂടെ ചേർന്ന് അവയവങ്ങളായി, സഭയുടെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളായി എന്നെ നിർത്തിയിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ് വസ്തുതയായിട്ട് നിൽക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ചങ്ങാതി ശരിയായ വിധത്തിലാണെങ്കിൽ ആ വ്യക്തി മുഖാന്തരം പലപ്പോഴും നമ്മൾ എന്ത് വരും? നാം പ്രബോധിപ്പിക്കപ്പെടുക, ശരിയായ പാത ഏതെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് തന്നെ ഇതിന് സമാനമായ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കാം. അത് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ഇത് നമുക്ക് ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലും കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. ദൈവം താൻ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. നാം നശിച്ചു പോകാനല്ല. ഇതാണ് ഈ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവത്തെയും ദൈവസ്നേഹത്തെയും അറിയുന്ന ഒരു വ്യക്തി ഈ ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു വ്യക്തി മാനസാന്തരപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ പറഞ്ഞ ശാസനയും അതിനോട് ബന്ധപ്പെട്ട പ്രബോധനവും സംഭവിക്കുവാൻ പാടും. പലപ്പോഴും മറ്റൊരു പ്രശ്നവും ഇവിടെയുണ്ട്. എന്റെ കാര്യങ്ങൾ നടക്കുവാനും എന്റെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുവാനും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഒരുവൻ ഒടുങ്ങിപ്പോകട്ടെ എന്നുള്ള നിലയിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നാവിനാൽ നാം കടിച്ചു കീറുന്ന സ്വഭാവമുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ ശാസിപ്പാനല്ല, അങ്ങനെ എന്തെങ്കിലും പറയുവാനല്ല. പകരമായിട്ട് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് പ്രയോജനമുള്ളവനായി, അല്പം കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാളേറെ ദൈവത്തിന് പ്രയോജനമുള്ളവനായിട്ട് തീരേണ്ടതിനു വേണ്ടി ആ വ്യക്തിയെ ഓർമ്മിപ്പിച്ചുണർത്തി ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതാ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ളതും നമ്മുടെ കാര്യങ്ങൾ മാത്രം മതി എന്നുള്ള സേഫ് സോൺ സ്വഭാവം പലപ്പോഴും നമ്മെ ഭരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ദൈവവചനത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പറയുമ്പോഴും തിമോഥെയോസിന്റെ ലേഖനത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ദൈവവചനം എന്ന് പറയുന്നത് ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന്, അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിഞ്ഞ് തികഞ്ഞവൻ ആയിത്തീരേണ്ടത്. ഇതല്ലാതെ എന്തിനാ ഈ വചനം സംസാരിക്കുന്നത്? ഇൻഫോർമേഷൻ നൽകുവാനാണോ? അതിനാണെങ്കിൽ ഇന്ന് സംവിധാനങ്ങളുണ്ട്. ChatGPT പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് പറക്കിക്കൊണ്ടുവരാൻ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നിയന്ത്രിതമായിട്ട് ആ വ്യക്തി മാനസാന്തരപ്പെടണം, ഞാനും ഗുണപ്പെടണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഒരു ശരീരമായി തലയാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുമാറ് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്നുള്ള, സ്നേഹത്തോടുകൂടി ആയിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ആ പ്രവൃത്തികൾ. എന്റെ സമയം കൂടെ കഴിഞ്ഞല്ലോ. ഇനിയും ഏറെ വിശദീകരണങ്ങൾ അവിടെയുണ്ട്. ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം,
നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അറിവില്ലാതെ തന്നെയാണ് നാം ഇരുന്നു പോകുന്നത്. നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടുന്ന വിഷയങ്ങളെ ദൈവവചനം വായിക്കുന്തോറും മനസ്സിലാക്കുന്തോറും നാം കൂടുതൽ തെറ്റുകാരാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഈ വിധത്തിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നുള്ളത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എവിടെ വസിക്കുന്നു? നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നു. വസിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വിശദീകരണം ധാരാളം സമയമെടുത്ത് പറയേണ്ടുന്ന ഒരു വിഷയമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അവസാന ഭാഗത്ത് യോഹന്നാൻ ശ്ലീഹ ഏറ്റവും സ്നേഹത്തിന്റെ അപ്പോസ്തലനായ പ്രായമുള്ള ആ മനുഷ്യൻ കർക്കശമായ ഒരു വാക്ക് പറയുന്നുണ്ട്: അവൻ കള്ളനാകുന്നു എന്ന്. കള്ളനാകുന്നു കേൾക്കുമ്പോൾ സുഖമുള്ളൊരു വാക്കല്ല, പക്ഷെ അത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടെ താൻ പറയാനുള്ള കാരണം അങ്ങനെ കള്ളത്തരം ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും അവർക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിക്കുവാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കാമോ ഈ ദൈവസ്നേഹം നമ്മിൽ എങ്ങനെയാണ് ഉള്ളത്? നാം ദൈവസ്നേഹം അറിഞ്ഞവരാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ നാം സ്നേഹിക്കുന്നവരാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമുള്ളവരാണ്. ഞാൻ അങ്ങോട്ട് പോയി അല്ല, ആ വ്യക്തിയെ സ്നേഹിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദൈവസ്നേഹം എന്നിൽ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരന്റെ കുറവുകളെ, പ്രശ്നങ്ങളെ, പോരായ്മകളെ, ചാപല്യതകളെ അപ്പുറം വെച്ചുകൊണ്ട് അതിനപ്പുറമായി ആ സഹോദരനെ സ്നേഹിപ്പാൻ, ആ സഹോദരൻ പിന്നീട് തിരിച്ചു പ്രതികരിക്കുന്ന രീതികൾ ഒരുപക്ഷെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിലും ആ സഹോദരന് വേണ്ടി സമയത്തെ, ആരോഗ്യത്തെ വേണ്ടതൊക്കെ ചെലവാക്കി ആ സഹോദരനെ നേടുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയൊക്കെ രീതികൾ ആ സഹോദരൻ ഉണ്ടെങ്കിലും അതിനപ്പുറമായി ആ വിഷയത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി പ്രബോധിപ്പിച്ച് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവിക സ്നേഹത്തിന്റെ നിർബന്ധം എൻ്റെ മേൽ ഭരിക്കുന്നില്ല എങ്കിൽ യോഹന്നാൻ താൻ കൃത്യമായിട്ട് പറയുകയാണ്, നാം സഹോദരങ്ങൾ എന്ന് പറഞ്ഞാലും അവിടെയും ആ കള്ളത്തരം ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം മുൻപാകെ, ഈ കണ്ണാടിയുടെ മുൻപാകെ നമുക്ക് നിൽക്കാം. നമ്മുടെ കുറവുകളെ നമുക്ക് മാത്രമൊന്ന് പരിശോധിക്കാം. എന്നെക്കുറിച്ച് അറിയുന്നത് എനിക്ക് മാത്രമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് ദൈവം മുൻപാകെ നമ്മളെ സ്വയം വിചിന്തന ചെയ്തിട്ട് അന്യോന്യം സ്നേഹിച്ച് നമുക്ക് ഈ കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഈ കാര്യങ്ങളിൽ ദൈവ സ്വഭാവത്തെ വെളിപ്പെടുത്തി ദൈവത്തിൽ വസിക്കുന്നവരായി ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഈ വചനങ്ങൾ സഹായകരമായിട്ട് തീരട്ടെ. ദൈവം നാമം